ഇനി എന്താ ചെയ്യണ്ടേ എന്നും പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആളാണോ നിങ്ങൾ? പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി പഠിക്കാൻ പോകണോ അതോ ജോലിക്ക് പോകണോ? ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ജോലി തന്നെ മതിയോ ഇനി വേറെ ജോലിക്ക് പോകണോ? ഇപ്പം അഥവാ ഞാൻ മാറുവാണെങ്കിൽ ഞാൻ എന്തിലേക്ക് മാറും? എനിക്ക് ഈ ജോലിയോട് അത്ര താല്പര്യമില്ല, പക്ഷെ ഞാൻ ഇനി എന്ത് ജോലി എടുക്കും? അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നടക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതെന്താണ് ഞാൻ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്ത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു എൻ്റെ ലൈഫിലേക്ക് ഒരു റിഫ്ലക്ഷൻ നടത്തിയിട്ട് പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു നാട്ടിൽ. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഞാൻ കാനഡ എന്നുള്ളൊരു വലിയ രാജ്യത്തിലേക്ക് വന്നു. മാസ്റ്റേഴ്സ് പഠിച്ചു. അതിനുശേഷം മൾട്ടിപ്പിൾ ജോലികൾ ഞാൻ ചെയ്തു. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. ഓരോ ജോലികൾ ചെയ്യുമ്പോൾ ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെടുമോ, ആ ജോലി എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതല്ലാതെ, ജോലി മാത്രമല്ലാതെ എനിക്ക് വേറെ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടെന്നുള്ളത് ഞാൻ പയ്യെ അനലൈസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തൊരു അറ്റ് ദ എൻഡ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ദിസ് ഈസ് ഓൾ ഓഫ് ലൈക്ക് ഫിഗറിങ് ഇറ്റ് ഔട്ട്, ട്രൈയിങ് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഞാനൊരു 30 വയസ്സിന് മേളിലായ ഒരു വ്യക്തിയാണ്. 20 to 13 ഇടയിലാണ് നിങ്ങൾ പ്രായമെങ്കിൽ നിങ്ങളിപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഓൾറെഡി അവർക്കൊരു പാഷൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റിസർച്ച് ചെയ്യാനാണ്. അവൻ ഈ സാധനം ഇന്ന സാധനം പഠിച്ചു, അതിൽ തന്നെ അവൻ ഹയർ റിസർച്ച് ചെയ്യണം, എൻ്റെ കമ്പനീസ് അവൻ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. ആൻഡ് ഹീ ഈസ് പാഷനേറ്റ് അബൌട്ട്. അപ്പം ഓൾറെഡി അവൻ്റെ പാത്ത് ഡിറ്റർമൈൻഡ് ആണ്. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ഒരു പാത്ത് വേണം എന്ന് നമുക്ക് അങ്ങനെ നമ്മളും ചിന്തിക്കുന്നത് തെറ്റാണ്. ചില സമയത്ത് ചില ആളുകൾക്ക് ദേ മൈറ്റ് നീഡ് മോർ ടൈം ടു ഫിഗർ ഔട്ട് വാട്ട് ദേ വാണ്ട്. ഇത് എൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. കാരണം ഞാൻ പല ജോലികൾ ചെയ്തു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വർക്ക് ചെയ്തൊരു ഫേം ഒരു സ്റ്റൈലാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് വേറൊരു സ്റ്റൈലാണ്. അതിനുശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറെ ജോലിക്ക് പോകുന്നത് വേറൊരു സ്റ്റൈലാണ്. അതിൻ്റെ ജോലി റിസൈൻ ചെയ്ത് വേറൊരു സ്റ്റൈൽ. കംപ്ലീറ്റ്ലി ഐ ജംപ്ഡ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ഈവൻ തന്നെ എഞ്ചിനീയറിംഗ് തന്നെ ഫസ്റ്റ് ഞാനിപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ പറയാം. ഫസ്റ്റ് ഞാൻ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നൊരു സംഭവത്തിലായിരുന്നു. രണ്ടാമത് ഞാൻ ചെയ്ത് എഞ്ചിനീയറിംഗ് ഡിസൈൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യത്തിലായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത ഒരു വെയർ ഹൗസിംഗ് റിലേറ്റഡ് ക്വാളിറ്റി റിലേറ്റഡ് സാധനത്തിലായിരുന്നു. പിന്നെ അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഞാനൊരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ റിലേറ്റഡ് ഡിഫൻസ് റിലേറ്റഡ് പ്രോഡക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഞാൻ മാനുഫാക്ചറിങ് സൈഡിലേക്ക് ലൈക്ക് യു കുഡ് സീ ദ ജംപ് ദാറ്റ് ഐ ഡിഡ് ഈവൻ വിത്ത് എഞ്ചിനീയറിംഗ് തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ പേഴ്സണലി എനിക്ക് സംഭവിച്ചത്. പേഴ്സണലി നമ്മളിങ്ങനെ ആലോചിച്ച് എനിക്ക് എന്താണ് ഇഷ്ടം, അപ്പോൾ ഞാൻ എന്തെങ്കിലും സാധനം ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിവിടെ വന്നപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ പയ്യെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് തുടങ്ങി. അങ്ങനെ പാർട്ടീസൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട ഒരു വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിലൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞങ്ങളൊരു ഫോട്ടോഗ്രാഫി സംഭവങ്ങളൊക്കെ ചെയ്തു കുറച്ച് നാൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കുറച്ചും കൂടെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെയാണെന്ന് എനിക്ക് ഭയങ്കര തോന്നി തുടങ്ങി. കാരണം എന്നെ തന്നെ ട്രാൻസ്ഫോം ചെയ്താലാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസൊക്കെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഹാബിറ്റ് ബിൽഡിങ് എങ്ങനെ എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം, ഹൗ ഐ ക്യാൻ അപ്സ്കിൽ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ജോലി മറ്റേ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുമോ, എനിക്കിത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ക്യാമറയുടെ ഫേസ് ചെയ്ത് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പേടിയായിരുന്നു. 1 വർഷത്തോളം നമ്മൾ നാട്ടുകാരെന്ന് വിചാരിക്കും, കൂട്ടുകാരെന്ന് വിചാരിക്കും, അവൻ എന്നെ പറ്റി കുറ്റം പറയും. ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് തലപോയിച്ച് ഓവർ തിങ്ക് ചെയ്ത് കുളമാക്കി ചെയ്യാതിരുന്ന് പിന്നെ ഒരു കണക്കിന് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫ്രണ്ടിനെയും കൂട്ടുപിടിച്ചിട്ട് അവനോട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല, ഫെയിലിയർ ആയിപ്പോയി. പക്ഷേ വീണ്ടും കണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിച്ചു വന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് മനസ്സിലായിരുന്നു, കാരണം ഐ ലൈക്ക് ഡൂയിങ് ദിസ്. വീഡിയോ എഡിറ്റിംഗിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഐ ലൈക്ക് ടീച്ചിങ് ആൻഡ് ഐ ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ. അതെൻ്റെ ഒരു സൈഡിൽ വന്നൊരു സാധനമാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് സ്കിൽസ് വെച്ച് പഠിക്കാനായിട്ട് സാധിച്ചു. വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, തംബ്നെയിൽ എഡിറ്റിംഗ് പഠിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചു, ക്യാമറ സെറ്റപ്പ്, ലൈറ്റിംഗ് സാധനങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് 1-2 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൃപേണ തേടി വന്നു. ഒരുപാട് ക്രിയേറ്റേഴ്സായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് ലൈക്ക് അപ്സ്കിൽ ചെയ്തു എന്നെ തന്നെ. ലൈക്ക് പേഴ്സണലി എൻ്റെ പല സ്കിൽ സെറ്റ്സും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ വേറൊരു ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്ന് ഞാൻ ഫിഗ്മ എന്നുള്ള സോഫ്റ്റ്വെയർ ഫിഗ്മയൊക്കെ ചെയ്യുന്ന ആൾക്കറിയാം. ലൈക്ക് ഐ ഹാവ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഐ ആക്ച്വലി ടുക്ക് എ കോഴ്സ് ഓൺ ഫിഗ്മ and I completed the course and I got a certificate. I built websites with Figma. അങ്ങനെയൊക്കെ ലൈക്ക് I was trying to figure out എനിക്ക് എന്താ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തോന്നി ഇത്രത്തോളം ഒരുപാട് ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ജേർണിയിൽ എനിക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട്. എനിക്ക് അതിനകത്ത് പർട്ടിക്കുലർ പാർട്ട് 3D പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ റിയലി എൻജോയ് ഡൂയിങ് 3D പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊഫഷണൽ സൈഡാണ്. പേഴ്സണൽ സൈഡിൽ ഐ ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ. അപ്പം അത് ഞാനിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്.
അപ്പം അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഐ കംപ്ലീറ്റ്ലി അഗ്രി. ദിസ് ഈസ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് നമുക്കും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ വരും. എല്ലാവരുടെയും ലൈഫ് എല്ലാവരുടെ സിറ്റുവേഷൻ ഒരുപോലെയല്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് ടൈം ഞാനിപ്പോൾ കണ്ടെത്തുന്നുണ്ട്. ഐ പർപ്പസ്ഫുള്ളി സെറ്റ് ടൈം, ഐ ബ്ലോക്ക് മൈ ടൈംസ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. അപ്പം ചെറുതായിട്ട് കുറച്ച് ചെറിയ ടീമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റി, അവരോട് സംസാരിക്കുന്നു, അവരുമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ദർ ഈസ് സം സോർട്ട് ഓഫ് കണക്ഷൻ. ഇത് ചെയ്യാനുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്സിൽ പറയാം. അതിനെന്നെ ഹെൽപ്പ് ചെയ്തൊരു ബുക്കാണിത്. ഒരുപാട് പേര് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. ഇത് ഇച്ചിരി തിക്കറായിട്ടുള്ളൊരു ബുക്കാണ്. ഏകദേശം എത്ര പേജുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 300 പേജുണ്ട്. ഇത് ദസ് ചേഞ്ച്ഡ് ഓൾ മൈ ഹാബിറ്റ്സ്. അപ്പം ഈ ബുക്കിന് ഒരു വലിയ ക്രെഡിറ്റ് കൊടുക്കാനുള്ള റീസൺ എനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറേയൊക്കെ പറ്റിയത് ഈ ചെറിയ ടൈനി ആറ്റോമിക് ഹാബിറ്റ്സ് എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം അതിന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടം വരുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ക്ലൂ യു ലൈക്ക് ദാറ്റ് മൈ ബി യുവർ പർപ്പസ് മേ ബി ഫോർ സം ടൈം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് പോവാം. നോ പ്രോബ്ലം, ട്രൈ pick another one, go for it. Second one, journal, like write it down. Like ഇപ്പോഴും I have a book. കഴിഞ്ഞ വീഡിയോസ് കണ്ട ആൾക്കറിയാം. I keep this book. This is very important. ഈ ഒരു ബുക്കും ഈ ഒരു പെന്നും is part of my life. This is a spiral books ആണ് എനിക്ക് ഇഷ്ടം. I write it down. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് എഴുതാറുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസ് കാണിക്കുന്ന ഹാബിറ്റ് ട്രാക്കർ സാധനങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്യാറുണ്ട്. ദിസ് ജേർണൽ ഇറ്റ്, ലൈക്ക് നിങ്ങൾ കൂടുതൽ എഴുതുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ക്ലാരിറ്റി. മൂന്നാമതായിട്ട് പറയാനുള്ളത് പ്രോട്ടോടൈപ്പ് യുവർ പാഷൻ. ഇത് എഞ്ചിനീയറിംഗിൽ ഞങ്ങൾ പറയുന്ന ടേമാണ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനി വേർഷൻ, നിങ്ങൾ ചെയ്യുന്നതിന് ഒരു മിനി വേർഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗിത്താർ വായിക്കാൻ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ പയ്യൊരു ചെറിയൊരു ഗിത്താർ വായിക്കാൻ നിങ്ങൾ അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ ചെറിയൊരു ഒരു 1 സ്റ്റുഡൻറ്റിനെ എടുത്തിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുക. ലൈക്ക് ഇംപ്ലിമെൻറ്റ്. അല്ലെങ്കിൽ കോഡിങ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ കോഡിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവനത് കോഡിങ് വർക്ക് അവന് ഹെക്ടിക്കാണ്, പക്ഷെ അവന് കോഡിങ് ഇഷ്ടമാണ്. വർക്ക് ഹെക്ടിക്കാണ്, പക്ഷേ കോഡിങ് ഇഷ്ടമാണ്. അവൻ ചെയ്തത് എന്താണ്, സ്റ്റുഡൻസിന് 3ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് ചെറുതായിട്ട് കോഡിങ് പഠിപ്പിച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു, വിച്ച് ഈ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനർജി സെക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി ആ എനർജി സെക്ടറിനെ പറ്റി നിങ്ങൾ കൂടുതൽ എഴുതി അത് നിങ്ങളൊരു മിനിയേച്ചർ വേർഷനിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് യു ലൈക്ക് നിങ്ങളൊരു ഡീപ്പർ പാഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ക്രമേണ എത്തപ്പെടും. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യു ഗായ്സ് ലൈക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.